മോദി അമിത്ഷായും കൊന്നു കുഴിച്ചുകൂടുമെന്ന് മലയാളിയാണ് JNUവിൽ മുദ്രാവാക്യം വിളിച്ചതല്ലേ? ഇനിയിപ്പോൾ അകത്ത് പോകുമല്ലോ. അതെ, മലയാളി എന്നല്ല, മലയാളി പെൺകുട്ടിയാണ്. ഇരിങ്ങാലക്കുടക്കാരിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള ഗോപിക ബാബു എന്നുള്ള പെൺകുട്ടി. ഈ കുട്ടിയൊന്നുമല്ല, PhDക്ക് പഠിക്കുകയാണ്. സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ലോ ആൻഡ് ഗവേണൻസ് എന്ന വിഷയം അവിടെ PhD ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഗവേഷകയാണ് ഈ ഗോപിക ബാബു. ഗോപിക ബാബു അവിടെ JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. SFI സ്ഥാനാർത്ഥി. SFI എന്ന് പറയേണ്ട, SFI, ISF, പിന്നെ ഐസു എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് നക്സൽ സംഘടനയുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് മുന്നണിയായിട്ട് ഐസു അല്ല ഐസ. ഇവരെല്ലാം കൂടെ ചേർന്ന് സംയുക്തമായി മത്സരിച്ച വൈസ് പ്രസിഡൻ്റ് ആയ ആളാണ് ഗോപിക. അപ്പോൾ ഗോപിക എല്ലാം കൂടെ ചേർന്നിട്ട് ജനുവരി 5-ാം തീയതി രാത്രി 10 മണിക്ക് ക്യാമ്പസിനുള്ളിൽ നൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ന്യായമാണ്. സംഘടിപ്പിക്കുക, എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവസരമുണ്ട്. പക്ഷേ ക്യാമ്പസിൽ അവർ മുദ്രാവാക്യം വിളിച്ചെന്നറിയോ? മോദിയുടെയും അമിത്ഷായുടെയും ശവക്കുഴി തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും കുഴിച്ചിടുന്നത് എങ്ങനെ? കുഴിച്ചിടുന്നതിന് മുമ്പ് കൊന്നു കുഴിച്ചിടും എന്നാണ് പരസ്യമായി മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ ഗവേഷണത്തിന് പഠിക്കുന്ന, ഗവേഷകയായി ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്ന ഒരു മലയാളി പെൺകുട്ടിയാണ് ഈ മുദ്രാവാക്യം വിളിച്ചത്. അത് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ മാറുന്നു. എങ്ങനെയാണെന്നറിയോ? ആ ദിവസമാണ് സുപ്രീം കോടതി ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും കേസിൽ അവർക്ക് ജാമ്യം നിഷേധിച്ചിട്ട് പറഞ്ഞു ഇവർ രണ്ടും തീവ്രവാദികളാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ ബോംബ് എറിയുക, വെടിവെക്കുക മാത്രമല്ല, തീവ്രവാദ പ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റ് സഹായങ്ങൾ ചെയ്യുക, അതും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറും. മാത്രമല്ല, ഇവർ പ്രസംഗിച്ചെന്താണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ചിക്കൻ നെക്ക് കട്ട് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഒക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ തെളിവുണ്ട്, വീഡിയോകളുണ്ട്, എല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പറഞ്ഞ് ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അടുത്ത ഒരു വർഷം ഇനി ജാമ്യ അപേക്ഷ ഒരു കോടതിയിൽ കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ കൊടുക്കാനില്ലെന്ന് മാത്രമല്ല, അടുത്ത വർഷം ജനുവരി വരെ പുതിയ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ അസാധാരണമായ വിധി സുപ്രീം കോടതി വിധിച്ചത് അത്രമാത്രം തെളിവുകൾ ഇവർ രാജ്യത്തിനെതിരെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. അവർക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ പ്രകടനം നടത്തി. അപ്പോൾ ആർക്ക് അനുകൂലമായിട്ടാണ്? രാജ്യദ്രോഹികൾക്ക് അനുകൂലമായിട്ട് വാർത്ത വായിക്കുന്ന ഒരുത്തൻ കേരളത്തിലുണ്ട്. ഏഷ്യാനെറ്റ് ഇരിപ്പുണ്ട്, അബ്ജോദ് വർഗീസ് എന്ന് പറയും. അവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണം എന്ന് പരോക്ഷമായി പറഞ്ഞു. സനാതന ധർമ്മം പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധി വന്നാൽ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന അണുക്കളെ കൊല്ലണം. അപ്പോൾ ഹിന്ദു ധർമ്മം പകർച്ചവ്യാധിയാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം കൊല്ലണം എന്നാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം. അയാളിപ്പോൾ ഈ ഉമർ ഖാലിദിന് ജാമ്യം മുമ്പ് കിട്ടാത്തതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ജാമ്യം സുപ്രീം കോടതി നിഷേധിച്ചിട്ട് ഇവൻ ഭീകരനാണ് എന്ന് പറഞ്ഞപ്പോൾ, അത് ഭരണഘടനാ ഭീകരതയാണ് എന്ന് പറഞ്ഞ ഒരാൾ ആ ചാനലിൽ വേറെയുണ്ട്. അതുകൂടാതെ ഇയാൾ സ്വന്തം ഫേസ്ബുക്കിൽ വീണ്ടും ഉമർ ഖാലിദിൻ്റെ ചിത്രമിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നോക്കൂ, ഇന്ത്യയെ വെട്ടിമുറിക്കാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഭീകരന് പിന്തുണ പ്രഖ്യാപിക്കുന്നവൻ മാധ്യമപ്രവർത്തകരുടെ വേഷം ധരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലിൻ്റെ പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ ഈ ഉമർ നബി എന്ന് പറയുന്നവൻ പൊട്ടിത്തെറിച്ചില്ലേ ഡൽഹിയിൽ? മെട്രോയുടെ 1-ാം നമ്പർ ഗേറ്റിനടുത്ത് പൊട്ടിത്തെറിച്ചു. ഡോക്ടർ വൈറ്റ് കോളർ ടെററിസം അന്ന് പറഞ്ഞു. വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഈ ഡോക്ടർമാർ മാത്രമല്ല, ക്യാമ്പസുകളിലുണ്ട്, മാധ്യമങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മുന്നിൽ തെളിവായിരിക്കുകയാണ്. മാധ്യമത്തിൽ ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട് തിരുവനന്തപുരത്ത്. ഒരു വിദ്യാർത്ഥിനി, മലയാളി വിദ്യാർത്ഥിനി ഡൽഹിയിലെ JNUവിൽ ഇരുന്നിട്ട് പറയുന്നു സുപ്രീം കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. എന്നിട്ട് അക്കൂട്ടത്തിൽ ചുമ്മാ സുപ്രീം കോടതി വിധി പറഞ്ഞാലും ചുമ്മാ അങ്ങ് മോദിയെ അമിത്ഷായും കൂടെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയേക്കാന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ മഹാരാജാസ് കോളേജിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ ABVP പ്രവർത്തകരോ KSU പ്രവർത്തകരോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊന്ന് കുഴിച്ചു മൂടും എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യം ഈ SFIക്കാർ തല്ലു അല്ലേ? ഈ SFIക്കാരടിക്കും. ആ SFIക്കാരടിക്കും, പിന്നെ പോലീസ് പിടിക്കും, ഒരു ജയിലിൽ പോകും. അതേ SFIയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ഗോപിക ബാബുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെയും JNUവിലെ ക്യാമ്പസിൽ കൊന്ന് കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ SFIയുടെ പാരമ്പര്യം അതാണ്. കാരണം SFI കോളേജിലെ പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട് ശവക്കുഴി ഉണ്ടായി, എറണാകുളത്ത് മഹാരാജാസിലുണ്ടായി. അല്ല, വേറെ കാര്യമുണ്ട്. ഈ JNUവിൻ്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഗോപിക ബാബു എന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്പനാണോ ഭർത്താവാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ വകയൊന്നും അല്ലല്ലോ.
JNU ക്യാമ്പസ്. ഇന്ത്യയിലെ ഒരു സർവകലാശാലയിൽ പോയി തുച്ഛമായ ഫീസ് കൊടുത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആനുകൂല്യം പറ്റി പഠിച്ച് തിന്ന് കൊഴുത്ത് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി കൃമി പറയുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെയും കൊന്നു കുഴിച്ചു മൂടുമെന്ന്. ഇവളാരാണ്? ഇവളാരാണ്? മലയാളിയല്ലേ? ഇതുകൊണ്ട് ദോഷം എന്നറിയോ? ഇതോടെ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ ഈ വാർത്ത പരക്കുകയാണ്. ഒരു കേരളത്തിലെ ഒരു മല്ലു മദ്രാസി വന്നിട്ട് നരേന്ദ്രമോദിയെ അമിത്ഷായെയും കൊല്ലുമെന്ന് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളത് വാർത്ത പരക്കുമ്പോൾ മറ്റ് മലയാളി വിദ്യാർത്ഥികൾക്കും മറ്റ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മലയാളികൾക്ക് പൊതുവിൽ കിട്ടുന്ന സ്വീകാര്യം എന്തായിരിക്കും? വടക്കേ ഇന്ത്യക്കാരനും പള്ളയ്ക്ക് കുത്തും ഇല്ലേ? കാരണം ഇവരൊക്കെ ഇവിടുന്ന് പഠിച്ച് സർക്കാർ നിലവിൽ ജീവിച്ചിട്ട് നമ്മുടെ നിലവിൽ ജീവിച്ചിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്നത്. മാത്രമല്ല ഈ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും വേണ്ടിയിട്ടാണ് കൂടിയത്. ഇന്ത്യയിലെ സുപ്രീം കോടതി ഭീകരന്മാരാണെന്ന് പറഞ്ഞവർക്ക് വേണ്ടി പരസ്യമായി മുദ്രാവാക്യം വിളിക്കുന്നു. അത് മാത്രമല്ല UAPA ചുമത്തിക്കഴിഞ്ഞാൽ ജാമ്യത്തിന് ചാർജ് ഷീറ്റ് നേരത്തെ കൊടുത്ത് ട്രയൽ തുടങ്ങിയില്ല എന്നതിൻ്റെ പേരിൽ ജാമ്യം വേണമെന്നൊരാവശ്യം കപിൽ സിബലിനെ പോലുള്ള കൊടിയ വക്കീലന്മാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി പറഞ്ഞു ഇവരുടെ കുറ്റമൊക്കെ നോക്കിയിട്ട് വിചാരണ തുടങ്ങിയില്ല എന്നതുകൊണ്ട് ജാമ്യം കിട്ടാൻ അർഹതയൊന്നുമില്ല, അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവളെയൊക്കെ പിടിച്ച് അകത്തോട്ടിട്ടാൽ UAPA ചാർത്തി അകത്തോട്ടിട്ടാൽ ഇപ്പോഴത്തെ പുതിയ സുപ്രീം കോടതി വിധിയുടെ വന്ന പശ്ചാത്തലത്തിൽ ഗോപിക ബാബു വെളിച്ചം കാണത്തില്ല, അകത്ത് കിടക്കുന്ന വർഷങ്ങളകത്തോട്ട്. ഇവിടെ PhD കുളമാവും, ചിലപ്പോൾ അമ്മൂമ്മയായിട്ടായിരിക്കും വടിയും കുത്തിപ്പിടിച്ച് പല്ലും കൊഴിഞ്ഞായിരിക്കും ഗോപിക ബാബു പുറത്തോട്ട് വരാൻ പോകുന്നത്. എൻ്റെ രാജ്യത്തെ എൻ്റെ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞ ഒരു നീചയായ സ്ത്രീ. വിദ്യാർത്ഥി എന്ന് പറയുന്നത് വിദ്യാർത്ഥിക്കൊക്കെ കുറച്ചൊക്കെ മാന്യതയും പകതിരവും പക്വതയും വിനയവും ലാളിത്യവും ഒക്കെ വേണം. ഒരു നക്സലൈറ്റ് തീവ്രവാദി ഇരിങ്ങാലക്കുടക്കാരിയാണെന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടക്കാർ ലജ്ജിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരുത്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൊല്ലുമെന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിച്ച് തീർന്നിട്ടില്ല നടപടി. അവിടുത്തെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഈ ഗോപിക ഉൾപ്പെടെ അദിതി മിശ്ര, ഗോപിക ബാബു, സുനിൽ യാദവ്, ദാനിഷ് അലി, സാദ് ആസ്മി, മെഹബൂബ് ഇലാഹി, പേര് നോക്കണം എല്ലാവരുടെയും, കനിഷ്ക്, പക്കീസ് ഖാൻ, ശുഭം തുടങ്ങിയ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുകളാണ് ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് കണ്ടംപ്റ്റ് കോടതിയലക്ഷ്യ നടപടിക്ക് തുല്യമായ നടപടിയെടുത്തു, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൊന്നു കുഴിച്ചു മൂടും എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെ കാണിച്ച് പരാതി എഴുതി തയ്യാറാക്കി വസന്ത് കുഞ്ച് നോർത്ത് പോലീസ് സ്റ്റേഷന് കൊടുത്തിരിക്കുക. എഫ്ഐആർ ഇട്ട് ചാർജ് ചെയ്യും ഉറപ്പാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ, അമിത്ഷായെ കൊല്ലുന്നല്ല പറഞ്ഞത്, അമിത്ഷാ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. JNUവിൽ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കുറേ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടെന്നറിയോ, കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന മലയാളികൾ മുഴുവൻ പോയി അവിടെ അഡ്മിഷൻ കിട്ടും. കാരണം കേരളത്തിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ലിസ്റ്റ് മതിയായിരുന്നു. കാരണം ഇവിടെ ഈ മറ്റേ SFIയുടെ മറ്റേ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന താടിക്കാരൻ ആർഷ പിള്ളേ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ ഉൾപ്പെടെ എഴുതാത്ത പരീക്ഷയ്ക്ക് പാസ്സായ സർട്ടിഫിക്കറ്റ് വന്നതായിട്ടുള്ള വാർത്ത വന്നിരുന്നു. ഇവർ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി ചേരുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് DUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും ഒക്കെ എൻട്രൻസ് ടെസ്റ്റ് വന്നതോടെ മലയാളിയുടെ തള്ളു കുറഞ്ഞു. ഈ പെൺകുട്ടി ഈ PGക്കോ മറ്റോ ഗോൾഡ് മെഡൽ മേടിച്ച കുട്ടിയാണെന്നാണ് പറഞ്ഞത്, ഗോപിക ബാബു. പക്ഷേ തല തിരിഞ്ഞ് വളർന്നുപോയി. പകതിരിവില്ലാണ്ടായി. ഇരിങ്ങാലക്കുടക്കാരൊന്ന് നോക്കി വെച്ചേക്കണം. ഈ ആൾ വരുമ്പോൾ സൂക്ഷിക്കണം, വേറെ ഒന്നും ചെയ്യാനല്ല കേട്ടോ, നോക്കി വെച്ചേക്കണം, അകന്ന് മാറി നിൽക്കണം. ചിലപ്പോൾ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കും. ഇരിങ്ങാലക്കുട പ്രദേശത്തുള്ളവർ ഈ ചിത്രം മുഖമൊന്നും പ്രത്യേകിച്ച് കണ്ടുവെക്കണം. നാട്ടിൽ വരുമ്പോൾ അടുത്ത ആ പഞ്ചായത്ത് ആ പുള്ളിക്കാരി അടുത്തുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്തേ നിൽക്കാവുള്ളൂ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അത്ര തീവ്രതയുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഏതായാലും സംഗതി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. വസന്ത് കുഞ്ച് നോർത്ത് പോലീസ് FIR ഇടുകയാണ്. FIR ഇട്ട് കഴിഞ്ഞാൽ ഗോപിക ബാബുവിനെ കാണാൻ ബാബുവിനും കൂട്ടർക്കും തീഹാറിൽ പോകേണ്ടി വരും മിക്കവാറും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. UAPയുടെ ചാർത്തും അമിത്ഷാ ഇടപെട്ടിട്ടുണ്ട്. അജിത് ഡോവൽ അത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. ഡൽഹിയിലെ പല സർവകലാശാലകളിലുള്ള ഇത്തരം വിഷക്കളകൾ പറിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്നിട്ടും ചിലത് ബാക്കി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഏതായാലും ഗോപിക ബാബുവിന് സർക്കാർ ചെലവിൽ ഭക്ഷണവും താമസവും കിട്ടട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ 5-ാം തീയതിയാണ് ഈ സംഭവം ഡൽഹിയിൽ നടന്നത്. നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇതിലുണ്ട് എന്ന് ആദ്യമായി ഒരുപക്ഷെ നിങ്ങളോട് പറയുന്ന വാർത്താമാധ്യമം ഞങ്ങളായിരിക്കും. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഇതേപോലെയായിരുന്നു അമേരിക്കയിൽ, പ്രിയന് ഓർമ്മയില്ലേ, അമേരിക്കയിൽ ജൂതന്മാർക്കെതിരെ
കലാപം ഉയർത്തി, വിദ്യാർത്ഥികൾ സമരം നടത്തി, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉൾപ്പെടെ അവരെയൊക്കെ ട്രംപ് ഭരണകൂടം ചവിട്ടി പുറത്താക്കി. അപ്പോഴും ഉണ്ടായിരുന്നു ചില ഇന്ത്യക്കാരും ചില മലയാളികളും. അതുപോലെ ഇന്ത്യയിലെ കാമ്പസിൽ ഗോപിക ബാബു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരി, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരി ഉണ്ടായിരുന്നു എന്നത് ഇന്നിപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ മൂടി വെക്കുകയാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൊന്നു കുഴിച്ചു മൂടണമെന്ന് വിളിച്ച മുദ്രാവാക്യം വിളിച്ചവർ. ഇതൊക്കെ പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത് തുടർച്ചയായി ഇത്തരം സത്യങ്ങൾ മറ്റുള്ളവർ മൂടി വെക്കുന്നത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം. ആ സഹായം എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോയിൽ വിരലമർത്തിയാൽ സബ്സ്ക്രൈബ് എന്നുള്ള ബാർ തുറന്നു വരും. അതിലൊന്ന് വിരൽ കൊണ്ട് തൊടുക. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണിലും അമർത്തിയാൽ നമ്മുടെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, സഹായിക്കും.